നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹിന്ദു ഐക്യവേദി ആഹ്വാനം ചെയ്ത താലൂക്ക് ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. കാർഗിൽ രക്തസാക്ഷി PK സന്തോഷ് കുമാറിന്റെ 14ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. തൊടുപുഴയിൽ LDF യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനായവർ കോൺഗ്രസും LDFും നടത്തിയ മാർച്ച് സമാധാനപരം. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ പൊതുശ്മശാന നിർമ്മാണം വൈകിയതിനെതിരെ ഹിന്ദു ഐക്യവേദിയും വിവിധ സമുദായ സംഘടനകളും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. മുണ്ടേക്കലിൽ സ്ഥലം ഏറ്റെടുത്തിട്ടും നിയമ നടപടികളിൽ കുരുങ്ങി ശ്മശാന നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെയാണ് ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം നടന്ന് 1 വർഷം പൂർത്തിയാവുന്ന ജൂലൈ 6-ന് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ ഗതാഗതത്തെ ബാധിച്ചു. ബസ്സുകൾ താലൂക്കിന് പുറത്ത് സർവീസ് അവസാനിപ്പിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില പൊതുവെ കുറവായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. ഹർത്താലിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. ഹർത്താൽ അനുകൂലികൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ഹിന്ദു ഐക്യവേദിയും ഹർത്താൽ അനുകൂല സംഘടനകളുടെയും നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്ത് മുനിസിപ്പൽ കൗൺസിലർ TS രാജൻ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ നടത്തിയ വാഗ്ദാനങ്ങൾ പാലിക്കാനാവില്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയൂ. തൊടുപുഴ നഗരസഭയിലെ ജനങ്ങളുടെ മുന്നിലും തൊടുപുഴ താലൂക്കിലെ പാവങ്ങളുടെ മുന്നിലുമെല്ലാം കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ 1 വർഷം പിന്നിട്ട സമയത്ത് മുണ്ടേക്കലിൽ ഒരു തറക്കല്ലിട്ടിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. മറ്റേത് വിഭാഗത്തിനാണ് എങ്കിലും വളരെ പെട്ടെന്ന് നടപടി ഉണ്ടാകുമെങ്കിൽ 2 സെന്റുകാരൻ്റെയും 5 സെന്റുകാരൻ്റെയും കോളനി നിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടുന്ന വളരെ സമൂഹത്തിന്റെ താഴേക്കടയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ഒരു ആവശ്യമെന്ന നിലയിൽ അവര് വിവിധ തട്ടുകളിൽ നിൽക്കും, അവര് യോജിച്ചു നിൽക്കുകയില്ല എന്നുള്ള ധാരണയിലാണ് സത്യത്തിൽ. കാർഗിൽ രക്തസാക്ഷി PK സന്തോഷ് കുമാറിന്റെ 14ാമത് രക്തസാക്ഷി ദിനം ഹിന്ദു ഐക്യവേദി ആഭിമുഖ്യത്തിൽ ആചരിച്ചു. തൊടുപുഴയിൽ കാർഗിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. ആദ്യം മാന്യ താലൂക്ക് സംഘാടകർ പ്രാർത്ഥന നടത്തുന്നു.
കാർഗിൽ രക്തസാക്ഷി ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ 14ാമത് അനുസ്മരണം തൊടുപുഴയിൽ നടന്നു. നെഹ്റു യുവകേന്ദ്ര, ത്രിതല പഞ്ചായത്തുകൾ, വിവിധ സംഘടനകൾ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെട്ടിമറ്റത്തുള്ള കാർഗിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടന്നു. മാർച്ചിനെ തുടർന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വിശദീകരണ യോഗം നടത്തി. KK ജയചന്ദ്രൻ MLA പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇടതുകക്ഷി നേതാക്കൾ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എനിക്ക് കിട്ടാവുന്ന സോഴ്സ് വെച്ചെല്ലാം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഉമ്മൻചാണ്ടി വരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ തന്നെയുള്ള ആളാണ്, PT തോമസും ഉണ്ടായിരുന്നു. ഇവരുടെ കൂടി അനുവാദത്തോട്, ഇവരറിയാതെ ഏതെങ്കിലും പുറത്തുനിന്നുള്ളൊരു സെറ്റ് എന്ന് എവിടെയെങ്കിലും ആക്രമണം സംഘടിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇല്ല. അപ്പൊ ഇവരുടെ കൂടി അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയുമാണ് ഈ ആക്രമണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പോലീസ് അവിടെ നോക്കി നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഡിവൈഎസ്പി അടക്കമുള്ളവർ പോലീസുകാർ അവിടെ നോക്കി നിൽക്കുമ്പോ ഒരു സെറ്റ് ആളുകൾ പ്ലാൻ ചെയ്ത് അവിടെ വന്ന് ആക്രമണം അഴിച്ചുവിടുമ്പോ ആക്രമണകാരികളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഇവിടെ പറയാൻ അവർ കഴിയണ്ടേ? അങ്ങനെ ഒന്നും പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പോലീസുകാരോട് ഞാൻ പറയുന്നത്, ഞങ്ങള് ഇത്തരത്തിലുള്ള വളരെ ഗുണ്ട ആക്രമണങ്ങളും കൊലപാതക ശ്രമങ്ങളും കൊലപാതകത്തെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് രണ്ട് കുറുപടി കാണിച്ച് ആരെങ്കിലും രണ്ടുപേരെ അടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഈ നാട്ടില് അങ്ങ് വിലസി അങ്ങ് പൊയ്ക്കളയാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം നടക്കുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് ഞങ്ങൾ കരിങ്കൊടിയാ കാണിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി നാളെ സ്വൈര്യമായി കേരളത്തിൽ കൂടെ നടക്കേണ്ടതില്ല എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഇറങ്ങില്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെയല്ലേ PT തോമസ് ഇറങ്ങാൻ പോകുന്നു? PT തോമസ് ഇറങ്ങത്തില്ല. ഡിവൈഎഫ്ഐ പ്രകടനത്തിനിടെ കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവന് നേരെ ആക്രമണം നടന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. പ്രകടനത്തെ തുടർന്ന് നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്ത് DCC ജനറൽ സെക്രട്ടറി ജോൺ നെടിയപാല, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപറ്റം ചെറുപ്പക്കാർ പ്രകടനമായി പാലാ റോഡിൽ നിന്ന് വരികയും കണ്ണിൽ കണ്ടതെല്ലാം കോൺഗ്രസ് ഇന്നലെ വച്ചിരുന്ന ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരുടെ, മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും പ്ലസ് കോഡുകളും കോൺഗ്രസിന്റെ ഏറ്റവും അഭിമാനമായ മൂവർണ്ണ പതാകയും അടിച്ചു തകർക്കുകയും ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ പാർട്ടി ഓഫീസിന് നേരെ നിരവധി പ്രാവശ്യം കല്ലെറിയുകയും ആ കല്ലേറ് തുടരുകയും ചെയ്തു. ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും പാർട്ടി ഓഫീസ് നിലനിർത്താൻ കഴിയുമോ? തീക്കൊണ്ടി കൊണ്ട് തലതെറിയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏർപ്പാട് ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് 40ാമത് വാർഷികാഘോഷം 7-ന് രാവിലെ 11-ന് ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടക്കും. വാർഷികാഘോഷ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിക്കും. നിക്ഷേപ വായ്പാ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് EM അഗസ്തി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 40ാം വാർഷികവുമായി ബന്ധപ്പെട്ട 10 വർഷത്തേക്ക് നിലനിൽക്കുന്ന വികസന പദ്ധതികളാണ് ബാങ്ക് രൂപം നൽകുന്നത്. 40 വർഷമാകുമ്പോൾ 50 വർഷമാകുമ്പോൾ എങ്ങനെയായിരിക്കണം ബാങ്ക് എന്നതിനെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഡേണൈസേഷനാണ്, സിസ്റ്റം മോഡേണൈസേഷനാണ്. ബാങ്കിൻ്റെ എല്ലാ ശാഖകളും ഒരു വർഷത്തിനിടയിൽ ATM കൗണ്ടറുകൾ ആരംഭിക്കും. മൊബൈൽ സർവീസ് ആരംഭിക്കാൻ കഴിയത്തലുള്ള മോഡേണൈസേഷൻ പരിപാടികൾ ബാങ്ക് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ ജില്ലയിലെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വായ്പാ വിതരണം എന്ന സ്ഥാപനം എന്ന നിലയിൽ പുതിയ വായ്പാ പദ്ധതികൾക്ക് രൂപം നൽകുന്നു. നിക്ഷേപ മേഖലയിലും ഇടത്തക്കാരെ ബാങ്കിംഗ് മേഖലയുമായി കൂടുതൽ ആകർഷിക്കുന്ന നിലയിലുള്ള നിക്ഷേപ പദ്ധതികൾക്കും ബാങ്ക് രൂപം നൽകുകയാണ്. ഈ പരിപാടികളുടെ എല്ലാം ഉദ്ഘാടനം 40ാം വാർഷികാഘോഷത്തോടെ ചേർന്ന് ഇടുക്കിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് നടക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന സഹകരണ മന്ത്രി CN ബാലകൃഷ്ണനാണ്. ജലവിഭവ മന്ത്രി ഇടുക്കിയിൽ നിന്നുള്ള ജനപ്രതിനിധിയും മന്ത്രിയുമായ ജലവിഭവ മന്ത്രി ശ്രീ PJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കിയിലെ MP ശ്രീ PT തോമസ് മുഖ്യാതിഥിയായിരിക്കും. ജില്ലയിൽ നിന്നുള്ള 5 MLAമാർ ശ്രീ റോഷി അഗസ്റ്റിൻ, KK ജയചന്ദ്രൻ, S ജയചന്ദ്രൻ, ES ബിജിമോൾ എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ നേരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസും സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ കുര്യൻ ജോയിയും സമ്മേളനത്തിൽ പങ്കെടുക്കും. കൺസ്യൂമർ ഫെഡറേഷൻ്റെ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ജോയ് തോമസ്, സഹകരണ സംഘം രജിസ്ട്രാർ ഗോപാലകൃഷ്ണ ഭട്ട് IAS, ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമാർ 1973 ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ ബാങ്കിനെ നയിച്ച ജീവിച്ചിരിക്കുന്ന എല്ലാ മുൻ പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. കോപ്പറേറ്റീവ് ലോ സ്കൂളിന്റെ ഉദ്ഘാടനം ജൂലൈ 7-ന് മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 7-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ തൊടുപുഴ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരള പുലയൻ മഹിളാ ഫെഡറേഷൻ താലൂക്ക് സമ്മേളനം 7-ന് രാവിലെ 10-ന് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടക്കും. മുജാഹിദ് ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് തൊടുപുഴ അർബൻ ബാങ്കിൽ റമദാൻ സംഗമം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹിന്ദു ഐക്യവേദി ആഹ്വാനം ചെയ്ത താലൂക്ക് ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. കാർഗിൽ രക്തസാക്ഷി PK സന്തോഷ് കുമാറിന്റെ 14ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. തൊടുപുഴയിൽ LDF യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനായവർ കോൺഗ്രസും LDFും നടത്തിയ മാർച്ച് സമാധാനപരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.